ഹായ് ഓൾ. 4:30 മണിയാണ് രാവിലെ. എനിക്കറിയാം ലൈവിൽ ആരും ഉണ്ടാവില്ല, പക്ഷെ ഐ നീഡ് ടു യുനോ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നത്. ഞാനിപ്പോൾ മലബാർ എക്സ്പ്രസ്സിൽ കണ്ണൂരിൽ നിന്ന് കൊച്ചിൻ വരെ യാത്ര ചെയ്യായിരുന്നു. ആക്ച്വലി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ഞാൻ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ എത്തുന്ന ഒരു ഓട്ട് ടൈമാണ് 3:30 മണി. രാവിലെ 3:30 മണിക്കാണ് ഞാൻ സാധാരണ എത്തുന്ന സമയം അവിടെ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടാവും. അവരുടെ അടുത്ത് പനമ്പള്ളി നഗർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവര് യൂഷ്വലി ചാർജ് ചെയ്യുന്നത് 500 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള റേറ്റ് ആണ്. അപ്പൊ ഞാൻ എത്രയോ തവണ അവരുടെ അടുത്ത് അടി കൂടിയിട്ടാണ്, എത്ര പറഞ്ഞാലും എത്ര അടി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ 500 എന്നുള്ള റേറ്റിലാണ് ഉറപ്പിച്ച് നിൽക്കുക. അപ്പൊ ഇപ്രാവശ്യം ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്താണ്. അപ്പൊ ഞാൻ വെറുതെ ഊബർ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് കിട്ടുമോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ഒരാളെ കിട്ടി. അങ്ങനെ ഫൈനലി ഞാൻ ഭയങ്കര ഹാപ്പിയായി, സർപ്രൈസ്ഡ് ആയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിന് ഊബർ കിട്ടാന്ന് പറഞ്ഞത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഹമീദ് എന്ന് പറഞ്ഞൊരാളാണ് കൂട്ടാൻ വന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് എൻട്രൻസിന് അവിടെ നിന്നോളൂ, ഞാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈ ഓവർ കയറി ഇറങ്ങി നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിന്റെ അവിടെ തന്നെ അവർ വരുന്ന അവിടെ തന്നെ ഞാൻ അവിടെ നിന്ന് ഡ്രൈവറെ കണ്ട് ഞാൻ വണ്ടിനുള്ളിൽ കയറുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഓട്ടോ ഡ്രൈവേഴ്സ് വന്നിട്ട് ഈ ഹമീദ് എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ ഊബറിന്റെ ഡ്രൈവറിനെ വിളിച്ച് ചോദ്യം ചെയ്യലും, അവര് ഡോറ് തുറന്ന് ആളുടെ സീറ്റ് ബെൽറ്റും കോളറെല്ലാം കയറി പിടിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് കയറാൻ ആരാ പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ ഇപ്പൊ തന്നെ റൈഡ് എൻഡ് ചെയ്തോ, എന്നിട്ട് പുറത്തുനിന്ന് അവര് കയറിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഞാനൊരു പെണ്ണാണ്, ഞാൻ ഒറ്റക്കാണ് ട്രാവൽ ചെയ്തത്, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാധാരണ പുറത്ത് ഇത് എന്ത് നിയമമാണെന്ന് എനിക്കറിയില്ല, ഇങ്ങനൊരു നിയമം ഉണ്ടോ ശരിക്കും പറഞ്ഞാല്? ഊബർ ഡ്രൈവേഴ്സ് എപ്പോഴും റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് വന്നിട്ട് കൂട്ടാൻ പാടുള്ളൂ, നമ്മൾ പുറത്ത് പോയി നടന്നു പോയിട്ട് കയറണം എന്നുള്ളത് എനിക്കറിയില്ല സത്യം പറഞ്ഞ. അപ്പോ ഈ ഒരു ടൈമിന് ഈ ഒരു അവസ്ഥയിൽ ഒരു പെൺകുട്ടിയാണ് ഞാൻ ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എത്രയോ സ്ഥലത്ത് ഒറ്റക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഊബർ, മെരു എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ക്യാബ്സും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഞാൻ ഒരിക്കലും ഊബറിന് വേണ്ടി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഊബറിന് പൈസ കുറവായതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് മാത്രമേ ട്രാവൽ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എത്രയോ തവണ ഇവര് പറയുന്ന ഈ റേറ്റും വെച്ചിട്ട് ട്രാവൽ ചെയ്ത ഒരാളാണ്. പക്ഷെ ഇന്ന് എനിക്ക് വളരെ വളരെ മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒച്ചയിട്ട് ഷൗട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് അയാളെ അവര് എന്തെങ്കിലും ചെയ്യാണ്ട് രക്ഷപ്പെടുത്തിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. പക്ഷെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഹാപ്പൺ ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ ശരിക്കും ലൈവായിട്ട് വരണമെന്ന് വിചാരിച്ചില്ല. ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാന്ന് വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് വളരെ ടെറിഫൈങ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. കേരളത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന എത്രയോ ലേഡീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇനി ഏത് റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിലും എയർപോർട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് നടക്കാൻ പാടില്ല എന്നുള്ളത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആയിട്ട് എടുക്കണം തീർച്ചയായിട്ടും. കാരണം എത്രയോ ലേഡീസ് യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നെ പോലെ ആ സമയം ഒച്ചയെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ തിരിച്ച് നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് വളരെ വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരാം. ഇപ്പൊ നമ്മളെ തന്നെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോ ടാക്സി ക്യാബ് ഡ്രൈവേഴ്സിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽസിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അതിന് ഒരു എന്താണത്, എങ്ങനെയാ അത് റിസോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയാ അത് ശരിയാക്കേണ്ടതെന്നുള്ളത് സംസാരിക്കാം. അല്ലാണ്ട് ഊബർ ഡ്രൈവേഴ്സിന്റെ തലയിൽ കയറി ട്രാവലേഴ്സിനെ ബുദ്ധിമുട്ടിച്ച് അവരെ പുറത്തിറക്കി അപ്പുറം കൊണ്ടുപോയിട്ട് കയറി ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കേരള എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് ഊബർ ഡ്രൈവേഴ്സിന്റെ ചാർജോ അല്ലെങ്കിൽ അതൊന്നുമല്ല, അതിന്റെ സേഫ്റ്റി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ വളരെ സേഫ് ആണ് ഊബർ. അതുകൊണ്ടാണ് നമ്മൾ ഊബർ ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ശരിക്കും എന്നെ പിടിച്ച് കുലുക്കി. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. ഒരിക്കൽ എനിക്ക് എന്താ പറയാ, ശരിക്കും ടെറിഫൈഡ് ആയിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു. ഒരിക്കലും പേടിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ആളെ കോളറിൽ കയറി പിടിക്കാൻ, ആളെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണ് 2-3 ഓട്ടോ ഡ്രൈവേഴ്സ് കുട്ടി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് പാസഞ്ചേഴ്സും പിന്നെ ഈ ഡ്രൈവർ കൊണ്ട് 2 പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് ഞാൻ ഉള്ളിൽ കയറി വന്നത്. എനിക്കറിയില്ലായിരുന്നു ഉള്ളിൽ കയറി വരാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ട് എന്നുള്ളത്. നിയമം ഉണ്ടോന്നും എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല നിയമം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് മാക്സിമം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഒഫീഷ്യൽസ് നോക്കണം. കാരണം ഇനി എന്തെങ്കിലും മിസ്സാപ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പൊതുജനങ്ങള് എപ്പോഴും സെക്യൂർഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ കയറി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒഫീഷ്യൽസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതിന് മാത്രമാണ് ഈ ഒരു ലൈവ്. അപ്പൊ ശരി, അപ്പൊ ഞാൻ ഉറങ്ങാൻ പോവാം. താങ്ക് യു.